പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ധ്യാനത്തിൻ്റെ 3-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് ഇന്ന് കടന്നു വരുന്ന ദിവ്യസ്നേഹ വചസ്സുകൾ നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുവാനായി നമുക്ക് ആഴത്തിൽ ആഗ്രഹിക്കാം. ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും തിരുസന്നിധിയിലേക്ക് നമുക്കൊന്ന് തുറന്ന് സമർപ്പിക്കാം. ഈശോയുടെ വചനം കടന്നു വന്ന് നമുക്ക് ആവശ്യമായ സൗഖ്യം മുറിവേറ്റിരിക്കുന്ന ജീവിത തലങ്ങളെ സ്പർശിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധയമ്മേ മാതാവേ, ഓരോ നിമിഷവും അങ്ങേ പ്രിയപ്പെട്ടവരായി ജീവിക്കുവാൻ, ദൈവഹിതം നിറവേറ്റുന്ന നല്ല മക്കളായി തീരുവാൻ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് കടന്നു വരുമ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ ആത്മാവിൻ്റെ തലത്തെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് നമ്മളെ ക്ഷണിക്കുകയാണ്. ശരീരത്തിന് വസ്ത്രവും ഭക്ഷണവും മരുന്നും പാർപ്പിടവും ഒക്കെ ആവശ്യമായിരിക്കുന്നത് പോലെ നമ്മുടെ ആത്മാവിന് കൂദാശകളും പ്രത്യേകിച്ച് കുമ്പസാരവും വിശുദ്ധ കുർബാനയും ദൈവവചനവും പ്രാർത്ഥനയും വളരെ ആവശ്യമാണ്. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ശരീരം ക്ഷീണിക്കും, നമുക്കറിയാം. വസ്ത്രവും പാർപ്പിടവും ഒക്കെ ശരീരത്തിന് ആവശ്യമാണ്. അതുപോലെ തന്നെ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ആത്മീയ തലത്തിന് ദൈവിക സാന്നിധ്യം വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. ഈ ദൈവിക സാന്നിധ്യം നമുക്ക് പ്രദാനം ചെയ്യുന്ന സഭ നമുക്ക് നൽകുന്ന സാധ്യതകളാണ് വിശുദ്ധ കുർബാനയും കുമ്പസാരവും ദൈവവചനവും പ്രാർത്ഥനയുമെല്ലാം. പ്രിയ സഹോദരങ്ങളെ, എപ്പോഴാണ് നമുക്ക് ദൈവിക സാന്നിധ്യം നഷ്ടപ്പെടുക? അപ്പോഴൊക്കെ ഈ സാധ്യതകളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടിയിരിക്കുന്നു. എന്താണ് പാപം? എന്താണ് പാപത്തിന് മരുന്ന്? നമുക്ക് നന്നായിട്ട് അറിയാം. എങ്കിലും ബെനഡിക്ട് 16 മാർപ്പാപ്പ പറഞ്ഞതുപോലെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരുടെ എണ്ണം ഇന്ന് വളരെ കൂടുതലാണ്. ഇന്ന് ഒരു ദിവ്യബലിയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ കുർബാന സ്വീകരിക്കുവാൻ കടന്നു പോകാത്തവർ വളരെ കുറവാണ്. എല്ലാവരും ലൈനായിട്ട് ഈശോയെ സ്വീകരിക്കാനായിട്ട് പോകും. നമ്മളൊക്കെ പോകുന്നവരാണ്. പക്ഷേ പാപ്പ പറയുന്ന ഒരു കാര്യം ഇതാണ്, അതുപോലത്തെ ഒരു തിരക്ക് കുമ്പസാര വേദിയിൽ നമ്മൾ കാണുന്നില്ല. അതൊരു അപകടമാണ്, വലിയൊരു അപകടമാണ്. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരുടെ എണ്ണം ഇന്ന് വളരെ കൂടിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും ദിവ്യബലിയിൽ പങ്കെടുക്കുന്നവർ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. ആരൊക്കെയോ അങ്ങനെ ഒരു കാര്യം പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, കുർബാനയിൽ പങ്കെടുത്താൽ വിശുദ്ധ കുർബാന സ്വീകരിക്കണമെന്ന്. അയോഗ്യതയോടുകൂടിയുള്ള വിശുദ്ധ കുർബാന സ്വീകരണം നമുക്ക് വലിയ ദുരന്തങ്ങൾ വരുത്തുമെന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. ഏതെങ്കിലും ഒരു ദേവാലയത്തിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ അവിടെ 2 പ്രധാനപ്പെട്ട വേദികളാണ് നമ്മൾ കാണുക. 2 പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഓരോ പള്ളികളിലുമുണ്ട്. പള്ളികളിൽ ഒന്ന് സക്രാരി, ഈശോ വസിക്കുന്ന ഇടം, നമ്മൾ ആദരവോടെ കുമ്പിട്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരു ഇടമാണ് കുമ്പസാരവേദി. എല്ലാ പള്ളികളിലും ഈ 2 കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് ഈശോ വസിക്കുന്ന സക്രാരി, 2 കുമ്പസാരവേദി. എല്ലാ ദേവാലയങ്ങളും നമ്മൾ കാണുന്നതാണ്. സാധാരണഗതിയിൽ കുമ്പസാരക്കൂട് എവിടെയാണ് വെച്ചിരിക്കും? ഒന്നെങ്കിൽ സൈഡിൽ അല്ലെങ്കിൽ പുറകിലായിരിക്കും സാധാരണ നമ്മൾ കാണുക. അതിൻ്റെ അർത്ഥം എന്താണ്? അൾത്താരയിലേക്ക്, ദൈവികാരുടെ തിരുസന്നിധിയിലേക്ക് നമ്മൾ കടന്നു വരുവാനായിട്ട് ആ വഴികളിലൂടെ നമ്മൾ
പ്രവേശിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ രണ്ട് തലങ്ങളെ കാര്യമായിട്ട് സഭയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ഈ കുമ്പസാരക്കൂടും വളരെ പ്രധാനമായി നമ്മൾ സ്ഥാപിച്ചു വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈശോയുടെ അടുക്കലേക്ക് ദിവ്യകാരുണ്യ തിരുസന്നിധിയിലേക്ക് കടന്നു വരുവാൻ നമുക്ക് യോഗ്യത നൽകുന്നത് ഈ കുമ്പസാര വേദിയിലൂടെയാണ്. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ പഴയ നിയമത്തിൽ അല്ലെങ്കിൽ കർത്താവ് തിരഞ്ഞെടുക്കപ്പെട്ട അനേക പ്രവാചകന്മാരുടെ ജീവിതത്തിൽ, രാജാക്കന്മാരുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവർ ദൈവത്തിൻ്റെ വിളി സ്വീകരിച്ച് ദൈവത്തെ പിന്തുടർന്നു എങ്കിലും ചില സമയങ്ങളിൽ അവർ ദൈവത്തിനെതിരായി പ്രവർത്തിക്കുക മാത്രമല്ല, അത് വളരെ സുഖമായിട്ട് പൊതിഞ്ഞു വെച്ച് കവർ ചെയ്ത് ഒന്നും ചെയ്യാത്തവരെ പോലെ ജീവിച്ചു പോകുന്ന അനേകരെ നമുക്ക് കാണാൻ പറ്റും. അനേകരുണ്ട്. കർത്താവിൻ്റെ വിളി സ്വീകരിച്ചിട്ട് ആ വിളിക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചിട്ട് അത് വളരെ സുഖകരമായി ആരും കാണാതെ അതിനെ കവറപ്പ് ചെയ്ത് പൊതിഞ്ഞു വെച്ച് മറച്ചു വെച്ച് ഒന്നും ചെയ്യാത്തവരെ പോലെ നടക്കുന്ന അനേകരെ നമുക്ക് ബൈബിളിൽ കാണാനായിട്ട് പറ്റും. ഒരുപക്ഷെ ഇന്ന് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ആ തലത്തിലേക്ക് പോയോ എന്നറിയില്ല. നമ്മൾ മാന്യന്മാരായി മിടുക്കികളായി ചെയ്ത പ്രവർത്തികൾ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അനുദപിക്കാതെ നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. പക്ഷെ ദൈവം ആരെയും വെറുതെ വിട്ടിട്ടില്ല. കർത്താവ് അവരെ മറച്ചു വെച്ചതെല്ലാം വെളിപ്പെടുത്തി കൊടുത്ത് അവരെ വീണ്ടും അനുതാപത്തിലേക്ക് നയിച്ച് കർത്താവ് തൻ്റെ പാതയിലൂടെ കൊണ്ടുപോകുന്നുണ്ട്. ഇന്ന് ഈ വചനപ്രഘോഷണ മേഖലയിലും ധ്യാനാവസരത്തിലൊക്കെ നമ്മൾ പങ്കെടുക്കുമ്പോൾ ഓർക്കേണ്ട കാര്യം ഇതാണ്. വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ് അനുതാപ ശുശ്രൂഷ, കുമ്പസാരം, അല്ലെങ്കിൽ പാപബോധത്തിലേക്ക് മനുഷ്യരെ നയിക്കുക. എല്ലാ വചനപ്രഘോഷണ വേദികളിലും നമ്മൾ കാണുന്നൊരു കാര്യമാണ്. അല്ലാതെ പാപം അല്ലെങ്കിൽ ധ്യാനം ശരിയാവില്ല. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ അനുതാപത്തിൻ്റെ മേഖലയെ നമ്മൾ മറന്നിട്ട് എന്ത് വചനം കേട്ടിട്ട് ഒരു കാര്യവും ഇല്ല. അത് കുമ്പസാരം എന്നത് നമുക്ക് വളരെ അത്യാവശ്യമായൊരു കാര്യമാണ്. എന്താണ് ഈ കുമ്പസാരം? മാമോദീസായ്ക്ക് ശേഷം നമ്മൾ ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾക്ക് മോചനം നൽകുവാനായി ഈശോ മിശിഹാ സ്ഥാപിച്ച കൂദാശ കുമ്പസാരം. ഒപ്പം പാപങ്ങൾക്കും മോചനവും ചെയ്യാതിരിക്കാനുള്ള കൃപയും തരുന്ന ഒന്നാണ് കുമ്പസാരം എന്ന് നമ്മൾ നന്നായി പഠിച്ചിട്ടുണ്ട്. ഇന്ന് കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു, ഇന്ന് പല കാര്യങ്ങളും നമുക്ക് പാപമല്ല. കാരണം അനേകർ ചെയ്യുന്ന കാര്യങ്ങൾ പാപമല്ലെന്നാണ് പറയുന്നത്. അനേകർ ആവർത്തിക്കുമ്പോൾ അത് പാപമല്ലാതായി തീരുന്ന അവസ്ഥയിലൂടെ മനുഷ്യൻ പോയിരിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, സെൻ്റ് അഗസ്റ്റിൻ നമ്മളോട് പറയുന്നുണ്ട്, ഒരു തുള്ളി വെള്ളം ഒരു തുള്ളിയാണെങ്കിലും പല തുള്ളികൾ കൂടി ജലപ്രളയം ഉണ്ടാകുന്നത് പോലെ ലഘുഭാവം, ചെറുതായി നമ്മൾ കാണുന്ന കാര്യം, പല ലഘുഭാവങ്ങൾ വലിയ ആത്മീയ ദുരന്തങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നു. ചെറുതായി നമ്മൾ ചെയ്യുന്നത്, അതിനെ നമ്മൾ അവഗണിച്ച് ഈ ലഘുഭാവങ്ങൾ എവിടെ എത്തിക്കുന്നു? നമ്മളെ അല്ലെങ്കിൽ ആത്മീയ ദുരന്തങ്ങളിലേക്ക് എത്തിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മൾ പാപത്തിൻ്റെ മേഖലയിൽ ഒരിക്കലും പാപത്തെ നമ്മളൊരു ലാഘവ ബുദ്ധിയോടെ കാണരുത്, ഗൗരവത്തോടെ നമ്മൾ കാണണം. സങ്കീർത്തനം 5:4 നമ്മൾ കാണുന്നുണ്ട്, തിന്മ അങ്ങയോടൊത്ത് വസിക്കുകയില്ല. പാപം ചെയ്യുന്ന വ്യക്തിക്ക് പാപത്തിന് ദൈവവുമായിട്ടൊരു കൂട്ടുകെട്ടില്ല. പാപിക്ക് അവൻ്റെ പാപത്തിന് ദൈവവുമായി ബന്ധപ്പെടാൻ പറ്റില്ല. തിന്മ അങ്ങയോടൊത്ത് വസിക്കുകയില്ല. അപ്പോൾ നമ്മൾ വളരെ ഗൗരവത്തോടെ എടുക്കണം നമ്മുടെ ജീവിതത്തെ. ആദ്യ മാതാപിതാക്കന്മാർ നന്മയും തിന്മയും തീരുമാനിക്കാനായിട്ടങ്ങ് പോയി. നന്മ തിന്മകളുടെ വൃക്ഷത്തെ തുടരുതെന്നാണ് കർത്താവ് പറഞ്ഞത് ഈ പഴം ഭക്ഷിക്കരുതെന്ന് പറഞ്ഞപ്പോൾ. പക്ഷേ അവരത് ചെയ്തുകൊണ്ട് ഇന്ന് എന്ത് സംഭവിച്ചു? നമ്മൾ ജീവിതത്തിൻ്റെ നന്മയും തിന്മയും തീരുമാനിക്കാൻ തുടങ്ങി. ഞാനാ തീരുമാനിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നന്മ ചെയ്യേണ്ടതെന്ന്. അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ കാണും, ചില നാട്ടുപ്രമാണികളാണ് ഒരു നാടിൻ്റെ നന്മയും തിന്മയും. അയാൾ പണക്കാരൻ, സമ്പന്നനായ ഒരു മനുഷ്യൻ പറയും ഈ നാട്ടിൽ എന്താണ് പ്രവർത്തിക്കേണ്ടത്. അയാളുടെ വാക്കുകൾക്ക് ഭയങ്കര വിലയാണ്. എന്ന് പറഞ്ഞതുപോലെ ധ്യാനം കൂടി പ്രാർത്ഥിച്ച് ദൈവവചനം നമ്മൾ കുറേ വായിച്ച് അനുതാപത്തിലേക്ക് കടന്നു വരുന്നതിന് പകരം പലപ്പോഴും ഞാൻ തന്നെ അങ്ങ് തീരുമാനിക്കാൻ തുടങ്ങി നന്മ ഏത് തിന്മ ഏത് എന്ന്. നന്മ തിന്മകൾ നമ്മൾ തീരുമാനിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു വിളി ആർക്കും തന്നിട്ടുമില്ല. നന്മ തിന്മകൾ എന്താണെന്ന് ദൈവം പറഞ്ഞു വെച്ചിട്ടുണ്ട്, ബൈബിളിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്, വചനത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്, കൽപ്പനകളിലൂടെ കർത്താവ് അരുളി ചെയ്തിട്ടുണ്ട്. അതിന് യാതൊരു മാറ്റവും ഇല്ല. ലോകാവസാനം വരെ അത് തന്നെ നമ്മൾ അനുസരിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ എത്ര ധ്യാനം കൂടിയാലും പ്രാർത്ഥിച്ചാലും
കർത്താവ് പറഞ്ഞിരിക്കുന്ന വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നമ്മുടെ ജീവിതത്തെ വിശകലനം ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 24:20 പറയുന്നുണ്ട്. 24:20 പറയുന്നുണ്ട്, തിന്മ ചെയ്യുന്നവന് ഭാവിയില്ല, തിന്മ ചെയ്യുന്നവന് ഭാവിയില്ല. അതുപോലെ പ്രഭാഷകൻ 15:20 പറയുന്നു, പാപം ചെയ്യാൻ അവിടുന്ന് ആർക്കും അനുവാദം കൊടുത്തിട്ടില്ല എന്ന്. കാരണം ഈ പാപവും ദൈവവുമായി യാതൊരു ബന്ധവുമില്ല. പലപ്പോഴും ധ്യാനിക്കാൻ വരുന്ന സഹോദരങ്ങൾക്ക് മിക്കവരുടെയും ജീവിതത്തിലെ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? കുമ്പസാരിക്കാൻ മടിയാണ്. കാരണം ഈ ചെയ്ത ലിസ്റ്റ് തന്നെയാണ് പോയിരുന്ന് പറയുന്നത്, ഒരു മാറ്റവും ഇല്ല, എന്നും ഒരേ ലിസ്റ്റ് തന്നെ. എന്താ ഒരു ഗുണം? നേരത്തെ പറഞ്ഞത് തന്നെ പിന്നെ അത് തന്നെ എഴുന്നേറ്റ് കുമ്പസാരിച്ചിട്ട് ഇറങ്ങി വരുമ്പോൾ അത് തന്നെ പോയി നിന്ന് ചെയ്യുന്നു. എല്ലാവരുടെയും മനസ്സിലുള്ളൊരു പ്രശ്നം ഇതാണ്. അതുകൊണ്ട് ഇത് പോയിട്ട് എന്താ കാര്യം? വെറുതെ നമ്മുടെ സമയം നഷ്ടപ്പെടുന്നു, അച്ഛൻ്റെ സമയം വെറുതെ കളയുന്നു. ഇങ്ങനത്തെ ഒരു ചിന്താഗതി വളർന്നു വന്നിട്ടുണ്ട്. ഇതൊരിക്കലും ദൈവികമായ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനമല്ല. ഇത് നല്ലൊരു ട്രിക്ക് ഞാൻ പറഞ്ഞു തരാം. പാപത്തിൽ നിന്നും പൂർണ്ണമായും മോചനം നേടാൻ, അല്ലെങ്കിൽ ചെയ്ത പാപം ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് കഴിയുമ്പോൾ അത് വീണ്ടും ചെയ്യാതിരിക്കുവാനായിട്ട് സഭ നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ ആഴമായ അനുതാപം നമുക്ക് വേണം, ചെയ്യില്ല എന്നുള്ള തീരുമാനം നമുക്ക് വേണം, ഏറ്റുപറച്ചിൽ വേണം. ഇതോടൊപ്പം നമുക്ക് ഉണ്ടായിരിക്കുന്ന ഒരു കുറവ് ഈ ധ്യാനാവസരങ്ങളിലൂടെ ഞാൻ കണ്ടെത്തിയിരിക്കുന്ന ഇതാണ്, നമ്മൾ പലപ്പോഴും പാപം ഏറ്റുപറയാൻ വേണ്ടവണ്ണം ഏറ്റുപറയുന്നില്ല. അതുകൊണ്ട് എന്തുണ്ടാവുന്നു? ഞാനിപ്പോൾ വഴക്ക് കൂടിയിട്ട് അല്ലെങ്കിൽ പിണങ്ങിയിട്ട് ഒരാളോട് പിണങ്ങിയിട്ട് കുമ്പസാരിക്കാൻ പോയി തിരിച്ചു വരുമ്പോൾ ആ പിണക്ക് അതേവിടെ തന്നെ നിൽക്കുന്നു. ഞാനൊരു നുണ പറയുന്ന ഒരാളാണ്, കള്ളത്തരം കാണിക്കുന്ന ഒരാളാണ്, അത് കുമ്പസാരം കഴിഞ്ഞിട്ട് അതേപടി തന്നെ പിന്നെ അത് ചെയ്യുകയാണ്. അല്ലെങ്കിൽ മറ്റെല്ലാം നമ്മൾ ചെയ്യുന്ന ഓരോ തിന്മയും അതേപടി ഇത്രയും വർഷങ്ങൾ കുമ്പസാരിച്ചിട്ടും ഇങ്ങനെ തന്നെ നിൽക്കുന്നതിനാൽ എന്താണ് അതിൻ്റെ ഉപകാരം? അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഞാൻ നേരെ കർത്താവിനോട് കണ്ണടച്ച് പ്രാർത്ഥിച്ച്, ദൈവമേ തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞ് ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പോകുന്നു. ഇതൊരിക്കലും സഭയുടെ പഠനമല്ല, സഭ പഠിപ്പിക്കുന്നതല്ല അത്. അപ്പോൾ നമ്മൾക്ക് ഒരു കുഴപ്പമാണുള്ളത്, അതായത് നമുക്ക് പാപമോചനം ശരിക്കും, അല്ലെങ്കിൽ പാപം ചെയ്യാതിരിക്കാനുള്ള കൃപ എനിക്ക് കിട്ടാതിരിക്കുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്, ഞാൻ ചെയ്തതുപോലെ പറയുന്നില്ല. ഫൗസ്റ്റീനയുടെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് പോളണ്ടിൽ പോയപ്പോൾ ഫൗസ്റ്റീനയുടെ ജീവചരിത്രമൊക്കെ വായിച്ചപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നീ നിൻ്റെ കുമ്പസാരക്കാരൻ്റെ അടുക്കൽ എന്തൊക്കെ തുറന്നു പറയുന്നുവോ അതൊക്കെ നീ എന്നോട് തുറന്നു പറയുന്നത് പോലെയാണ്. നീ കുമ്പസാരക്കാരൻ്റെ അടുക്കൽ എന്തെല്ലാം മറച്ചു വെച്ചോ അത് നീ എൻ്റെ മുൻപിൽ മറച്ചു വെക്കുന്നത് പോലെയാണെന്ന് വിശുദ്ധയായ ഫൗസ്റ്റീനായോട് കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്. ആ ജീവചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നതാണ്. നീ എൻ്റെ മുൻപിൽ തുറക്കുന്നത് ആരുടെ മുൻപിലാണ്? ഒരു വൈദികൻ്റെ മുൻപിൽ, കുമ്പസാരവേദിയിൽ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മൾ അവിടെ എന്തെങ്കിലും മറച്ചു വെച്ചത് ആരുടെ മുൻപിൽ മറച്ചു വെച്ചതുപോലെയാണ്, ദൈവത്തിൻ്റെ മുൻപിൽ മറച്ചു വെച്ചതുപോലെയാണ്. എല്ലാം അറിയുന്ന ദൈവത്തിൻ്റെ മുൻപിൽ ഇത് മറച്ചു വെച്ച് എന്നാ മഹാപൊട്ടത്തരമാണ് നമ്മൾ ചെയ്യുന്നത്. ഈശോയ്ക്ക് അറിയാം അതിൻ്റെ ആഴങ്ങളും കുഴപ്പങ്ങളും രീതികളും മനോഭാവങ്ങളും എല്ലാം അറിയാവുന്ന ഒരു വ്യക്തിയുടെ അടുക്കലേക്ക് നമ്മൾ കുമ്പസാരിക്കാനായിട്ട് പോകുമ്പോൾ പിന്നെ നമുക്ക് മറച്ചു വെക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. പിന്നെ നമ്മൾ നമ്മളെ തന്നെ ചിന്തിക്കുന്നതുകൊണ്ട് അയ്യോ ഞാൻ ആരാണെന്ന് ഇതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ചെയ്തു പോയ അല്ലെങ്കിൽ ഏറ്റുപറയുന്ന പാപങ്ങൾ വീണ്ടും ചെയ്യാതിരിക്കുവാനായിട്ടുള്ള നല്ലൊരു മാർഗം ഇതാണ്, ചെയ്തതുപോലെ പറയുക. നമ്മൾ ആരും കുമ്പസാരിക്കുമ്പോൾ, പാപസങ്കീർത്തനത്തിന് പോകുമ്പോൾ ചെയ്തതുപോലെ പറയുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾക്ക് ഈ വീണ്ടും പാപം ചെയ്യാതിരിക്കുവാനുള്ള കൃപ ഇവിടെ നിന്ന് കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഈ കുദാശയെ നമ്മൾ സ്വീകരിക്കുവാൻ നമ്മൾ മടി കാണിക്കുന്നു. ഇനി എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഒരു ഉദാഹരണം പറയാം. അപ്പോൾ ഞാൻ ഒരാളോട് ചീത്ത പറഞ്ഞു അല്ലെങ്കിൽ ഒരു കള്ളത്തരം പറഞ്ഞു എന്ന് വിചാരിക്കുക. ഞാൻ വികാരിച്ചിനോടൊരു കള്ളത്തരം പറഞ്ഞു, എൻ്റെ മതാധ്യാപകനോടൊരു കള്ളത്തരം പറഞ്ഞു, എൻ്റെ ജീവിത പങ്കാളിയോടൊരു കള്ളത്തരം പറഞ്ഞു, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ അധികാരിയോടൊരു കള്ളത്തരം പറഞ്ഞു. 4 കള്ളത്തരം അല്ലെങ്കിൽ നുണ നമ്മൾ പറഞ്ഞു എന്നിരിക്കട്ടെ. സപ്പോസ് നമ്മളങ്ങനെ ചെയ്തു പോയേക്കട്ടെ, 4 കള്ളത്തരം നുണ പറഞ്ഞു. ഈ നുണ പറഞ്ഞ കാര്യം നമ്മൾ സാധാരണഗതിയിൽ കുമ്പസാരിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ നുണ പറഞ്ഞിട്ടുണ്ട്, പോവുമോ പാപമോചനം ആയോ? അതിൻ്റെ സ്വാധീനം പോയോ? പോയില്ല. നമുക്ക് ഇനി ഇറങ്ങി വരുമ്പോൾ അതേപടി നമ്മൾ ചെയ്യും. കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ വികാരിസിനോട് പറഞ്ഞതും നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ ജീവിത പങ്കാളിയോട് പറഞ്ഞതും ജോലി സ്ഥലത്ത് പറഞ്ഞതും ഇതൊക്കെ തമ്മിൽ വ്യത്യാസമുണ്ട്.
ഇതിന് വ്യത്യാസമുണ്ട്, ഗൗരവ കൂടുതലും കുറവുമുണ്ട്. ആ ഗൗരവം ഇപ്പോഴും നമ്മൾ എന്നാൽ ഞാൻ വികാരിച്ചോട് നുണ പറഞ്ഞല്ലോ, എന്നാൽ എൻ്റെ കൂടെ മതാധ്യാപകനോട് ആ നുണ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ എൻ്റെ ബോസിനോട് കൂടിയുള്ള ആൾ നുണ പറഞ്ഞല്ലോ, അതിങ്ങനെ കിടക്കുക പോകുന്നില്ല. അപ്പോൾ ചെയ്തതുപോലെ പറയണം. ആശുപത്രിയിൽ പോയിട്ട് എനിക്ക് ഡയറിയ പിടിച്ചു, വയറ്റിൽ നിന്ന് ഒഴിച്ചിൽ പിടിച്ചു എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടർമാരും മരുന്ന് തരികയില്ല. അത് എങ്ങനെയാണെന്ന് പറയണം. ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഒഴിയുന്നത്. അല്ലെങ്കിൽ എന്താണ്, വയറ്റിൽ നിന്ന് പോകുമ്പോൾ വേദനയുണ്ടോ, അല്ലെങ്കിൽ വയറ് കമ്പിക്കുന്നുണ്ടോ, അത് കൃത്യം പറയണം. വെറുതെ ഒന്നും മരുന്ന് തരത്തില്ല ഡോക്ടേഴ്സ്, ഇല്ലെങ്കിൽ വേറെ വെളിവില്ലാത്ത ഡോക്ടേഴ്സ് ആകണം. അപ്പോൾ ഈ ശാരീരിക രോഗം പോലും ചികിത്സിക്കുമ്പോൾ അതിൻ്റെ സിംറ്റംസ് നോക്കിയിട്ടാണ് ശരിക്കും ഇതാണ് ഭയങ്കര ഡയഗ്നോസ് ചെയ്തിട്ടേ പറയത്തുള്ളൂ, രോഗം മരുന്ന് തരത്തുള്ളൂ. പക്ഷെ നമ്മൾ ഈ ഒരു ആത്മീയ മേഖലയെന്ന് എടുത്തു നോക്കിയാൽ നമ്മളൊരു ലാഘവ ബുദ്ധിയോടെ കണ്ടാൽ എങ്ങനെ നമുക്ക് ഈ കൂതാശയിൽ അണയാൻ പറ്റും? നമുക്കൊരു 10 വർഷം സംസാരിച്ചില്ല, ഒരു പ്രശ്നവും ഇല്ല. ഇത്രയും കാലം പറഞ്ഞു തന്നെയാ പോയെന്ന് പറയുന്നൊരു എനിക്കൊരു കൂതാശ ആവുന്നില്ല. അത് ഈശോയുടെ സാന്നിധ്യം ഞാൻ അവിടെ കാണുന്നില്ല. അതിൻ്റെ ഒരേ ഒരു റീസൺ ഇതാണ്. ഇതിൻ്റെ കാരണം കണ്ടെത്തിയാൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇത്. അതായത് അറിഞ്ഞ ആ നല്ല ദൈവത്തിൻ്റെ മുൻപിലുള്ള തുറന്ന ഒരു മനോഭാവം തുറന്നു പറയാത്തത് കൊണ്ടാണ്. കർത്താവ് അങ്ങനെയല്ലേ നല്ലൊരു കുമ്പസാരം നടത്തുന്നത് നമ്മളെ കണ്ട് കർത്താവ് കുമ്പസാരിപ്പിക്കാൻ സഹായിക്കുന്നത് കാണുന്നില്ലേ? 5 ഭർത്താക്കന്മാരുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് കൃത്യം അത് പറഞ്ഞപ്പം പിന്നെ അവളുടെ ജീവിതത്തിൽ അങ്ങനത്തെ ഏത് പുരുഷനെ കണ്ടാലും ഒരു ചിന്ത പോലും അവളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാവില്ല. അവൾക്ക് എല്ലാവരും സഹോദരങ്ങളെ പോലെ കാണാൻ പറ്റി. സമറിയാക്കാരി സ്ത്രീയാണ്, നമുക്കറിയാം. അവൾക്ക് കൃത്യമായിട്ട് അതങ്ങ് ഈശോയ്ക്ക് ഇതൊക്കെ അറിയത്തില്ലാത്തത് കൊണ്ടാണ് അത് എന്തെല്ലാം വിശേഷ രീതിയിലാണ് കർത്താവ് അത് അവതരിപ്പിച്ചത്. അതും നമ്മളെന്ന് അനുതാപപൂർവം പറഞ്ഞേ പറ്റൂ. അതുകൊണ്ട് എന്തു സംഭവിക്കുന്നു? എന്നെ ശ്രവിക്കുന്ന എത്ര പേര് മടിയന്മാരാ കുമ്പസാരിക്കാൻ? നമുക്ക് ഇഷ്ടമേ ഇല്ല. അവിടെ ഒരു ഈശോ ഇരിക്കുന്നത് നമ്മൾ കാണുന്നില്ല. ചുമ്മാ ഇരിക്കുന്ന ഒരു വൈദികനെ നമ്മൾ കാണുന്നു. ഈശോയാണ് അവിടെ ഇരിക്കുന്നത് നമുക്ക് സൗഖ്യം തരാൻ. അപ്പോൾ ചെയ്തതുപോലെ പറയാം. ഞാൻ സ്തോത്രക്കാഴ്ചയുടെ പാത്രത്തിൽ നിന്ന് 50 രൂപ കട്ടെടുത്തു, നമ്മുടെ വീട്ടിൽ നിന്ന് 50 രൂപ ആരുടെയെങ്കിലും കട്ടെടുത്തു, അല്ലെങ്കിൽ വേറെ കടയിൽ പോയപ്പോൾ എവിടെന്നെങ്കിലും ഒരു 50 രൂപ, ഒരു 3 പ്രാവശ്യം ഒരു 50 രൂപ കട്ടെടുത്തു എന്ന് വിചാരിക്കുക. 50 രൂപ 500 രൂപ എത്രയെങ്കിലും ആട്ടെ. ഈ കളവ് എന്ന് പറയുന്ന ഒരു മോഷണത്തിന് സൗഖ്യം തരുവാൻ വേണ്ടിയിട്ടാണ് കർത്താവ് അവിടെ കൂദാശ സ്ഥാപിച്ചു വെച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് എനിക്ക് മോചനം കിട്ടണമെങ്കിൽ ഈ സ്തോത്രക്കാഴ്ചയുടെ പാത്രത്തിൽ നിന്ന് എടുത്തതും നമ്മുടെ വീട്ടിലത്തെ പാത്രത്തിൽ നിന്ന് കട്ടെടുത്തതും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പോക്കറ്റിൽ നിന്ന് എടുത്തതും ഇതതിൻ്റെ വിവരം പോലെ പറയണം. വിവരം പോലെ പറയാതെ നമുക്കൊരിക്കലും സൗഖ്യം കിട്ടുകയില്ല. പക്ഷേ ഞാൻ 4 തവണ പൈസ കട്ടെടുത്തിരിക്കുന്നു, മോഷണം ചെയ്തിരിക്കുന്നു, അത് ഒന്ന് എൻ്റെ സ്തോത്രക്കാഴ്ചയുടെ ദൈവത്തിന് സമർപ്പിച്ച പാത്രത്തിൽ നിന്ന് എടുത്തതിന് വ്യത്യാസമുണ്ട്. വേറെ എവിടുന്നാണോ നീ എടുത്തത് അതിന് വ്യത്യാസമുണ്ട്. അപ്പോൾ അത് ചെയ്തതുപോലെ പറയാത്തത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? നമുക്ക് അതിൽ നിന്ന് മോചനം കിട്ടുന്നില്ല. ചെയ്തതുപോലെ എണ്ണവും വണ്ണവും ഒന്ന് പറഞ്ഞു നോക്കിക്കേ. പിന്നെ നമുക്കത് ചെയ്യാൻ ആ സ്വാധീനം അല്ലെങ്കിൽ അതിന് സ്വാധീനം അവിടെ കിടക്കുകയാണ്. ഇറങ്ങിപ്പോരുമ്പോൾ നമുക്ക് ശുദ്ധീകരിച്ചു എന്നുള്ളൊരു ചിന്ത ഇല്ലാത്തതുപോലെ നമുക്ക് തോന്നുന്നതിൻ്റെ കാരണം നമ്മൾ ചെയ്തതുപോലെ എണ്ണവും വണ്ണവും പറയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമുക്ക് മറച്ചു വെച്ചിട്ടുള്ള ജീവിതം നമുക്കൊരിക്കലും ആനന്ദം തരികയില്ല, വളർച്ച തരികയില്ല. പറയുകയാണ്, പാപങ്ങൾ മറച്ചു വയ്ക്കുന്നതിന് അവനൊരിക്കലും തിന്മ ചെയ്യുന്നവന് ഭാവിയില്ല. നീ ഇങ്ങനെ മറച്ചു വയ്ക്കുന്നത് കൊണ്ട് നീ കുമ്പസാരിച്ചാലും നിനക്ക് എന്താണ് കൃത്യമായിട്ട് മറച്ചു വെച്ച് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് ആ ഐശ്വര്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നില്ല എന്ന് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 5-ാം അധ്യായം 4-5 പറയുന്നുണ്ട് ഒരു കാര്യം. ഇത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു തടസ്സമാണ്. അതായത് 5:4-5 പാപം ചെയ്തിട്ട് എനിക്ക് എന്ത് സംഭവിച്ചു എന്ന് പറയരുത്. അതായത് പാപം ചെയ്തിട്ട് ഞാൻ കുറേ പാവമൊക്കെ ചെയ്തല്ലോ, കുറേ കളത്രങ്ങൾ കാട്ടിട്ടല്ലോ, എന്നിട്ട് എനിക്കൊന്നും സംഭവിച്ചല്ലോ, ഞാൻ ഇപ്പോൾ അങ്ങനെ മിടുകിയായി നടക്കുകയാണ്. തിരുവചനം പറയുക, കർത്തൃകോപം സാവധാനമേ വരികയുള്ളൂ, ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും നീ അത് ചെയ്യരുത് എന്ന്. കർത്താവ് ഒരിക്കലും ശിക്ഷിക്കുന്നവനല്ല. ഞാൻ അങ്ങനെ ചെയ്തിട്ടും ഒന്നും സംഭവിച്ചില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് എന്തുമാകാം എന്നുള്ളൊരു മനോഭാവം നമുക്ക് പറ്റില്ല. അതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ലല്ലോ എന്നോർത്തുകൊണ്ട് ഇനി ഞാൻ വീണ്ടും 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 അത് ആവർത്തിക്കാനായിട്ട് പാടില്ല. അതുപോലെ പ്രഭാഷകൻ 7:16 പറയുന്നു, നീ പാപികളുടെ ഗണത്തിൽ ചേരരുത്, ശിക്ഷ വിദൂരത്തല്ലെന്ന് ഓർക്കുക. ശിക്ഷ വിദൂരത്തല്ല എന്ന് ഓർക്കുക.
ഇന്ന് പഴയ നിയമത്തിൽ ചെയ്യാതിരുന്ന തെറ്റുകൾക്കാണ് ദൈവം ശിക്ഷ കൊടുത്തിരുന്നത് എങ്കിൽ, പാപമായി കരുതിയിരുന്നത് എങ്കിൽ, അനുസരിക്കാതിരുന്നതാണ് പാപമായി കരുതിയിരുന്നെങ്കിൽ, ഇന്ന് നമ്മൾ കാണുന്ന ഒന്നാണ് എന്ത്? ചെയ്തതും ചെയ്യാത്തതും പാപമായി ഇന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ഉപേക്ഷ വഴിയായി ചെയ്യാമായിരുന്ന പലതും നമ്മൾ ചെയ്യാതെ പോയി. ചെയ്യാതെ പോയതാണ് കൂടുതലായി നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഇതിനെ നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല. ചെയ്യാതെ പോയതാണ് കൂടുതൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളോട് ചെയ്യേണ്ട നമ്മൾ പറയുമോ, ഞാൻ വഴക്കിനൊന്നും പോകുന്നില്ലല്ലോ, ഞാൻ ഒന്നും അനുചിതമായിട്ട് പെരുമാറാൻ പോകുന്നില്ലല്ലോ. പ്രകടമായ രീതിയിൽ നമ്മൾ ചെയ്തില്ല എന്ന് ഓർത്തുകൊണ്ട് ഞാൻ തെറ്റ് ചെയ്യുന്നില്ല എന്നല്ല, ചെയ്യാതെ പോയ പലതും നമ്മുടെ ജീവിതത്തിൽ ഇത് നമ്മൾ എടുക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഭയങ്കരമായ ആ സാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് നമുക്ക് പറ്റുകയില്ല. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തെ പ്രകാശം കെടുത്തിക്കളയുന്ന ഈ പാപം ദൈവത്തിനെതിരായും സഹോദരങ്ങൾക്കെതിരായും നമ്മളെ മാറ്റി നിർത്തുന്ന, അല്ലെങ്കിൽ തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന, അല്ലെങ്കിൽ തിന്മ ചെയ്തു പോയ നിമിഷങ്ങളെ ഓർത്ത് നമ്മൾ ആഴമായി അനുതപിക്കണം. വിശുദ്ധരുടെയൊക്കെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവർക്ക് എല്ലാ ദിവസവും ഉണ്ടായിരുന്നു പറയുവാനായിട്ട് തിരുസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കുവാൻ അവർക്ക് കണ്ടെത്താൻ സാധിച്ചിരുന്നു അവരുടെ ജീവിതത്തിലെ കുറവുകളെ. എന്ന് നമുക്കും ഇതുപോലെ സാധിക്കുന്നുവോ അന്നേ നമ്മളിൽ പാകുന്ന ഈ വചനം 30, 60, 100 മേനി ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് തുടങ്ങുകയുള്ളൂ. ഇല്ല എങ്കിൽ നമ്മൾ ഒരു ചെവിക്കട കേൾക്കുന്നു, മറ്റേ ചെവിക്കട ഇറങ്ങിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, പാപിയെ ദൈവം സ്നേഹിക്കുന്നു, പക്ഷേ പാപത്തെ ദൈവം ഒരിക്കലും സ്നേഹിക്കുന്നില്ല. അതിൽ നിന്ന് നമ്മൾ പിന്തിരിഞ്ഞു വരുവാനായിട്ടാണ് കർത്താവ് കാത്തിരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കണം. നന്നായി നമ്മുടെ ജീവിതത്തെ പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ കുറവുകൾ കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഒറ്റ നോട്ടത്തിന് എന്താ എന്നിലൊരു തെറ്റുള്ളത്? ഞാൻ എല്ലാ തരത്തിലും നന്നായി പോകുന്നു, നന്നായി പെരുമാറുന്നു? ഇല്ല. നിത്യപ്രകാശമായ ഈശോയുടെ മുൻപിലേക്ക് നമ്മൾ കടന്നു വരണം. എങ്കിൽ മാത്രമേ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റുകയുള്ളൂ. ലഘുഭാവങ്ങളും മാരകഭാവങ്ങളും നമ്മൾ തിരിച്ചെടുത്ത് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മാപ്പ് ചോദിച്ച് നമ്മൾ അനുതാപത്തോടെ പാപസങ്കീർത്തനത്തിനായി അണയണം. അനുതാപം വളരെ ആവശ്യമാണ്. സാധാരണഗതിയിൽ നമ്മളൊക്കെ പാപസങ്കീർത്തനത്തിന് പോകുന്നത് ഒന്നെങ്കിൽ വൈദികൻ കുമ്പസാരക്കൂട്ടിൽ വെറുതെ ഇരിക്കുന്നു, ഇന്ന് അച്ഛൻ ഫ്രീ ആണല്ലോ, ഓക്കെ പോയേക്കാം ഒന്ന്. അല്ല എങ്കിൽ നമ്മൾ എടുക്കുന്ന ഒരു രീതിയാണ്, എല്ലാവരും പോകുന്ന ദിവസമാണ് ഇന്ന്, ഇത് നോമ്പ് കാലമായി അല്ലെങ്കിൽ ധ്യാനത്തിനൊരവസരമാണ്, എന്നാൽ ഞാനും അങ്ങ് പോയേക്കാം. ഇത് രണ്ടും അനുതാപത്തിൻ്റെ ലക്ഷണമേ അല്ല. അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ ഈശോ കടന്നു വന്നപ്പോൾ പറഞ്ഞത് ഇതാണ്. അനുദപിച്ചിട്ട് വേണം സുവിശേഷത്തിൽ അനുതാപം വേണം നമുക്ക്. അനുദപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഉള്ളിൻ്റെ ഉള്ളറകളിൽ എന്നെ ഇത്രമാത്രം എനിക്ക് ആയുസ്സും ആരോഗ്യവും കഴിവുകളും സൗന്ദര്യവും എല്ലാം നൽകിയ നല്ല ദൈവത്തെ ഞാൻ വേദനിപ്പിച്ചല്ലോ എന്നുള്ള അല്ലെങ്കിൽ അവിടത്തേക്കെതിരായി ഞാൻ തെറ്റ് ചെയ്തല്ലോ എന്നുള്ളൊരു ഉള്ളിൻ്റെ ഉള്ളിലെ ആ വികാരം ആണ് ശരിക്കും അനുതാപം എന്ന് പറയുന്നത്. ഞാൻ അച്ഛൻ വെറുതെ ഇരിക്കുമ്പോൾ ഓടിയത് കൊണ്ടോ എല്ലാവരും പോകുന്നതിന് പിന്നാലെ പോയത് കൊണ്ടോ എനിക്ക് കുമ്പസാര വേദിയിലെ വരപ്രസാദം ഏറ്റുവാങ്ങാനായിട്ട് പറ്റുകയില്ല. അവിടെ വിശുദ്ധ ജോൺ മരിയ വിയാനിയാണ് കുമ്പസാരക്കൂട്ടിൽ ഇരിക്കുന്നത് എങ്കിലും എനിക്ക് പാപബോധം അനുതാപമില്ലാതെ ഞാൻ അവിടെ പോയി മുട്ടുകുത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് യാതൊരു പ്രസാദപരവും കിട്ടുകയില്ല. ഇനി നമ്മുടേതായ ദൃഷ്ടിയിൽ ഒരു പാവിയായ ഒരു വൈദികനാണ് അവിടെ ഇരിക്കുന്നത് എങ്കിലും നമുക്ക് അനുതാപമുണ്ടെങ്കിൽ ദൈവം നമുക്ക് തരാൻ ആഗ്രഹിക്കുന്ന എല്ലാവിധ പ്രസാദപരങ്ങളും അവിടെ നിന്ന് നമുക്ക് ലഭിക്കും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ജീവിതത്തെ വളരെ ഭംഗിയായി നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് പാപത്തിലേക്കുള്ള ചായ്ച്ചൽ ആദ്യ മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയതാണ്. നമ്മളെല്ലാവരും അങ്ങോട്ട് ചായ്ഞ്ഞാണ് ഇരിക്കുന്നത്. ഏതൊരു മനുഷ്യനും അതിനുള്ള ചായ്ച്ചലുകളുണ്ട്. അതുകൊണ്ട് സ്നേഹസമ്പന്നനായ ദൈവം നമുക്ക് കുറച്ച് കൽപ്പനകൾ നൽകിയിരിക്കുകയാണ്. ഇനിയും നമ്മളങ്ങോട്ട് വീഴാതിരിക്കാൻ വേണ്ടി സ്നേഹിക്കുന്നത് കൊണ്ട് ആ കൽപ്പനകളുടെ വെളിച്ചത്തിൽ വേണം നമ്മുടെ ജീവിതത്തെ നമ്മൾ പരിശോധിക്കുവാനായിട്ട്. നമ്മുടെ ജോലിയും നമ്മുടെ സ്റ്റാൻഡേർഡും നമ്മുടെ സാലറിയുടെ തൂക്കവും അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ വിലയിരുത്തിയാൽ പറ്റില്ല. ഞാൻ ഇന്ന സ്ഥലത്ത് ഇന്ന ജോലിയിൽ അല്ലെങ്കിൽ ഇന്ന സാലറിയിൽ വർക്ക് ചെയ്യുന്നല്ലോ,
അതുകൊണ്ട് എൻ്റെ ജീവിതത്തിന് നന്മയും തിന്മയും ഇങ്ങനെ ഇരിക്കട്ടെ എന്നുള്ളൊരു പ്രവണത കടന്നു വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ സാഹചര്യങ്ങൾ, എൻ്റെ കുടുംബത്തിൻ്റെ പശ്ചാത്തലം അനുസരിച്ച് ഞാൻ അങ്ങ് തീരുമാനിക്കുകയാണ് എന്താണ് എൻ്റെ ജീവിതത്തിലെ നന്മ, എന്താണ് എൻ്റെ ജീവിതത്തിലെ തിന്മ. ഇതാണ് ഇന്ന് ഈ ലോകത്തിന് പാപബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ തലമുറയ്ക്ക് പാപത്തെക്കുറിച്ചുള്ള ചിന്തയില്ല എന്ന് പറയുവാനായിട്ടുള്ള കാരണം ഇത് വലിയ അപകടമാണ്. ഇത് വലിയ അപകടമാണ്. ഇത് നമ്മുടെ മാത്രമല്ല, വരും കാലങ്ങളിൽ അടുത്ത നമ്മുടെ തലമുറയ്ക്ക് പോലും നമ്മൾ കൈമാറ്റപ്പെടുന്ന വലിയൊരു അപകടമാണ്. അതുകൊണ്ട് എൻ്റെ ദൈവവിളിയോ എൻ്റെ ജോലി സ്ഥലമോ എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ആ അളവോ കുറവോ ഇതൊന്നുമല്ല എൻ്റെ ജീവിതത്തെ പരിശോധിക്കുവാനായിട്ടുള്ള മാനദണ്ഡം. ഈ വചനം, ദൈവവചനമാണ്. ദൈവം നൽകിയിരിക്കുന്ന കൽപ്പനകളാണ്, തിരുസഭ നമുക്ക് നൽകിയിരിക്കുന്ന പ്രമാണങ്ങളാണ് എൻ്റെ ആത്മാവിൻ്റെ സ്ഥിതി പരിശോധിക്കുവാനായിട്ടുള്ള മാനദണ്ഡം. വേറെ ഏതെടുത്താലും നമുക്കിതിൽ മോചനം കിട്ടുകയില്ല, നമുക്ക് ആത്മീയ വളർച്ച ഉണ്ടാകുകയില്ല. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മീയ സ്ഥിതി ഞാൻ എപ്പോഴും തുറന്നു വയ്ക്കുന്നത് ദൈവത്തിൻ്റെ മുൻപിലാണ്. ഒരു കുമ്പസാരത്തിനായിട്ട് അണയുമ്പോൾ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മുൻപിലാണ് ഇത് ഞാൻ തുറന്നു വയ്ക്കുന്നത്. മൊത്തം കണ്ടിരിക്കുന്ന, മുഴുവൻ അറിയുന്ന ഒരു വ്യക്തിയുടെ മുൻപിൽ ഒന്നും നമ്മൾ മറച്ചു വയ്ക്കാനായിട്ട് പാടില്ല. 1 കൊരിന്ത്യർ 11:27 പറയുന്നുണ്ട്, അയോഗ്യതയോടുകൂടെ നമ്മൾ ഈശോയെ സ്വീകരിച്ചതിനാൽ അനേക മേഖലകളിൽ നമ്മൾ രോഗികളായി തീരുന്നു, അനേക തലങ്ങളിൽ നമുക്ക് രോഗമുണ്ടാകുന്നു, നമ്മുടെ ആത്മീയ സ്ഥിതി വളരാതെ കിടക്കുന്നു. ചിലർ മരിച്ചു പോയിരിക്കുന്നു എന്നും കൂടിയാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുക. ആത്മീയ തലം തകർന്നു പോയിരിക്കുകയാണ്. അപ്പോൾ ഈശോയെ സ്വീകരിക്കുവാനുള്ള സാധ്യതകൾ തൊട്ട് ദേവാലയങ്ങളും വിശുദ്ധ കുർബാനയും സാഹചര്യങ്ങളും എല്ലാം ഇന്ന് നമുക്ക് വളരെ സമൃദ്ധമാണ്. പണ്ടത്തെ പോലെ ഒന്നുമല്ല. അതിനനുസരിച്ച് പാവം പെറ്റുവരികയെന്ന് വേണം നമുക്ക് പറയാനായിട്ട്. പണ്ടൊക്കെയുള്ള മനുഷ്യർക്ക് ദേവാലയമൊന്നുമില്ല, പള്ളിയൊന്നുമില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? നന്നായി കുമ്പസാരിച്ചിട്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും, ഈശോയെ സ്വീകരിക്കും. അതിൻ്റെ ശക്തിയിൽ അവർ അടുത്ത കുമ്പസാരവും കുർബാന വരെ നിൽക്കുമായിരുന്നു. ഇന്ന് നമുക്ക് എന്ത് പറ്റുന്നു? തൊട്ടടുത്ത് പള്ളി, കുർബാനകൾ, സാഹചര്യങ്ങൾ എന്നും പോയി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈശോയെ സ്വീകരിച്ചിട്ട് ഇങ്ങോട്ട് പോരും. യാതൊരു മാറ്റവും നമ്മുടെ ജീവിതത്തിൽ വരുവാനായിട്ട് പൗലോസ്ലീഹ പറയുന്നു, എന്നിൽ ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നുവെന്ന്. ഒരു വിശുദ്ധ കുർബാന സ്വീകരണം കഴിയുമ്പോൾ പോലും നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടോ എന്നറിയില്ല, ഈശോ എന്നിൽ ജീവിക്കുന്നു. കാരണം എന്നിൽ ഒരു ആത്മീയ ചൈതന്യം എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, അപകടം പിടിച്ചൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സാധ്യതകൾ ധാരാളമുണ്ടെങ്കിലും ഈ സാധ്യതകളെ ഒന്ന് ഉപയോഗിക്കുവാനായിട്ട് നമുക്കിന്ന് കഴിയുന്നില്ല. അതുകൊണ്ട് പാപത്തിൻ്റെ എല്ലാവിധ മാലിന്യങ്ങളിൽ നിന്നും ശുദ്ധി വരുത്തുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. പ്രഭാഷകൻ 21:2 പറഞ്ഞിട്ടില്ലേ, ഓടണം നമ്മൾ എവിടെ നിന്ന്? പാപത്തിൻ്റെ സാഹചര്യങ്ങളിൽ നിന്ന്. നമ്മുടെ ഹവ്യൊന്ന് ഓടിയാൽ നമ്മളെല്ലാം രക്ഷപ്പെട്ടേനെ. എനിക്ക് നിന്നോട് സംസാരിക്കാൻ നേരമില്ല സാത്താനെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ എല്ലാവരും രക്ഷപ്പെട്ടേനെ. എങ്കിലും നമ്മൾ രക്ഷപ്പെട്ടു കേട്ടോ, ഈശോയുടെ സാന്നിധ്യം കൊണ്ട്, അത് വേറെ കാര്യം. പക്ഷേ അവിടെ സംസാരിക്കാൻ നിൽക്കണ്ടായിരുന്നു. എനിക്ക് എൻ്റെ നാവിന് സംസാരിക്കാൻ തോന്നുന്ന സ്ഥലങ്ങൾ, കണ്ണിന് ഇമ്പം തരുന്ന, കൗതുകം തരുന്ന സ്ഥലങ്ങൾ, കാതിന് ഇമ്പം തരുന്ന വേദികൾ, പഞ്ചേന്ദ്രിയങ്ങൾക്ക് മാത്രം ആനന്ദം തരുന്ന വേദികളെ ഒക്കെ നമ്മൾ ഒന്നും കൂടെ ശ്രദ്ധിക്കണം. ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം എനിക്ക് പറ്റിയതാണോ എന്ന്. ഈ നിൽക്കുന്ന സ്ഥലം എനിക്ക് ആനന്ദം, പാപത്തിൻ്റെ മുൻപിൽ എപ്പോഴും ആനന്ദമുണ്ട്, അവിടെ ഒരു കൗതുകമുണ്ട്, അവിടെ ഒരു സന്തോഷമുണ്ട്. പക്ഷേ പാപം ചെയ്യുന്നതോടുകൂടി ആ കൗതുകവും സന്തോഷവുമെല്ലാം തീരുന്നുണ്ട്. പിന്നീട് നമ്മൾ ദുരന്തങ്ങളിലേക്ക് കടന്നു പോകുന്നു എന്ന് നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ അതിനോട് നോ പറയാറില്ല. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമുക്ക് യാതൊരു കോംപ്രമൈസും പാടില്ല പാപത്തിൻ്റെ കാര്യത്തെക്കുറിച്ച്. കർത്താവിൻ്റെ മക്കൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല. പൗലോസ്ലീഹ പറയുകയോ, പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. അപ്പോൾ പാപം ചെയ്യുന്നവൻ കർത്താവിൻ്റെ കൂടെ നിൽക്കുന്നവനല്ല, പിശാചിൽ നിന്ന് ജനിച്ചവനാണെന്ന് പറയുകയാണ്. പ്രിയ സഹോദരങ്ങളെ, നന്നായിട്ടൊന്ന് പരിശോധിച്ചേ, നമ്മുടെ ജീവിതത്തെ നന്നായിട്ടൊന്ന് പരിശോധിച്ചേ. ഞാൻ ചെയ്തതും അതിൻ്റെ എണ്ണവും വണ്ണവും തിരിച്ച്
ലഘുപാപങ്ങൾ പോലും പെറുക്കിയെടുത്ത് കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് ആയിരിക്കുന്ന അവസ്ഥയിൽ അനുതാപപൂർവ്വം കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം പടിപടിയായി വളരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പാപത്തിൻ്റെ സാഹചര്യങ്ങളിൽ നിന്നും ഓടിയകലുവാനായിട്ട് സാധിക്കും. പാപം ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ഫീലിങ്സ് എന്താണ്? പലരെയും നമ്മൾ ഇന്ന് ശ്രദ്ധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ തന്നെ ജീവിതത്തിൽ നമ്മൾ നോട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് പലർക്കും ഇന്ന് ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമില്ല. ഓടി ഒളിച്ചു മരങ്ങൾക്കിടയിൽ, ഏതെങ്കിലും ആനന്ദത്തിൻ്റെ മുൻപിൽ പോയി ഒളിച്ചു. എന്ത് ഒരേ സ്വർഗസ്നായ പിതാവേ, ഒരേ കൊന്ത, ഒരേ ദിവ്യബലി, എന്ത് കാര്യം? കർത്താവിൻ്റെ കൂടെയുള്ളൊരു വൈകുന്നേരങ്ങളിലെ ആ ഒരു നടത്തം അവർക്ക് ബുദ്ധിമുട്ടായി തീർന്നു. ആത്മീയ കാര്യങ്ങളോടുള്ള വലിയൊരു വിരക്തി, ഒരിഷ്ടമില്ലായ്മ നിന്നെ ഇന്ന് വിരൽ ചൂണ്ടുന്നില്ലേ? നിന്റെ ജീവിതത്തിൽ എന്തോ കഴുകിക്കളയാനുണ്ട് എന്ന് വീണ്ടും നമ്മൾ കാണുന്നില്ലേ? പാപത്തിൻ്റെ ഫലമായി കടന്നു വരുന്നത് സഹോദരങ്ങൾ തമ്മിലുള്ള ആ അകൽച്ച, സഹോദരൻ്റെ ഓരോ അഭിവൃദ്ധിയും എനിക്കിന്ന് കാണാൻ പറ്റാത്ത അവസ്ഥയിൽ, ഉള്ളിൻ്റെ ഉള്ളറകളിൽ എനിക്കൊരു കിറുകിറുപ്പാണെങ്കിൽ ആദ്യമേ നമ്മൾ നോക്കണം, എന്തോ ഒരു പാവത്തിൻ്റെ തലം എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. കായലിൻ്റെ ആബേലിൻ്റെ ജീവിതം അതല്ലേ കാണിച്ചത്? അപ്പോൾ നമ്മൾ ഓർക്കണം, ഒരു അകൽച്ചയാണോ എനിക്ക്? കുറേ ദിവസമായിട്ട് എനിക്ക് ആ വീട്ടിലൊന്ന് കയറിപ്പോകാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് ആ സഹോദരനോടൊന്നും മിണ്ടാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് ആ പഴയ പുഞ്ചിരി വരുന്നില്ലല്ലോ. എന്താണ് അതിന് കാണുക? എന്തോ കടന്നു വന്നിരിക്കുകയാണ്. വീണ്ടും നമ്മൾ കാണുന്നു പത്രോസിൻ്റെ ജീവിതം, മനസമാധാനം മുഴുവൻ, നീ കണ്ണുനീരിൽ കുതിർന്ന ഒരു ജീവിതത്തിന് ഉടമയാണ്. നല്ലൊരു കുമ്പസാരം നടത്തി നോക്കിക്കോ, പൊക്കോളും അത്. ആ മനസ്സിൻ്റെ സമാധാനം തിരികെ കിട്ടും. ഒന്ന് കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് ഇന്ന് പോയി ഒരു പാവസങ്കീർത്തനം നടത്തി നോക്കിയേ, തെറ്റുകളൊന്ന് പെറുക്കി നല്ല ആനന്ദം കൊണ്ട് നമ്മൾ നിറയുന്നത് കാണാനായിട്ട് സാധിക്കും. വീണ്ടും നമ്മൾ കാണുകയാണ് യൂദാസിൻ്റെ ജീവിതം ഭയങ്കരമായ ദുരന്തത്തിലേക്ക് കടന്നു പോവുകയാണ്. ഈ തലങ്ങളെല്ലാം നമുക്കുണ്ടാവും. അന്ന് ആദത്തോടും അവയോടും പഴം പഴിച്ച് തിന്നരുതേ, നന്മ തിന്മകളുടെ ഈ വൃക്ഷത്തിൽ നിന്ന് തിന്നരുതേ എന്ന് പറഞ്ഞ ദൈവം ഇന്ന് തിരുസഭയിലൂടെ നമ്മളോട് പല കാര്യങ്ങളും ചെയ്യരുത്. കാരണം നീ ആ പാപത്തിലേക്ക് ചാഞ്ഞിരിക്കുന്നവനായതുകൊണ്ട്, നീ ദൈവ പൈതലായതുകൊണ്ട് നിനക്കിത് പറ്റില്ല എന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മോട് ഇതെല്ലാം അനുസരിക്കുവാൻ പറഞ്ഞിരിക്കുക. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കണം ഈ കാര്യം, നമ്മൾ ശ്രദ്ധിക്കണം ഈ കാര്യം. റോമാക്കാർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ ഇത് പറയുന്നുണ്ട്. എങ്ങനെയാണ് മനുഷ്യൻ അവൻ്റെ ജീവിതത്തിലേക്ക് ആദ്യമായിട്ട് ഈ തെറ്റുകൾ കടന്നു വരുന്നത് എന്ന്. അവന് എല്ലാ കാര്യവും അറിയാമായിരുന്നു, എല്ലാം അറിയാമായിട്ടും അവൻ ചെയ്യേണ്ടതുപോലെ ചെയ്തില്ല. ദൈവത്തെക്കുറിച്ച് നന്നായിട്ട് അറിയാമായിട്ടും അവൻ ചെയ്യേണ്ടത് അംഗീകരിക്കുകയോ അവിടത്തേക്ക് കൊടുക്കേണ്ട ബഹുമാനവും മഹത്വവും കൊടുത്തില്ല എന്ന് നമ്മൾ റോമാക്കാർക്കെഴുതിയ ലേഖനത്തിൽ വായിക്കുമ്പോൾ പിന്നെ എന്താണ് അതിനകത്ത് സംഭവിക്കുന്നത്? 1:29 നമ്മൾ വായിക്കുന്നു, എല്ലാ തരത്തിലുമുള്ള അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും തിന്മയും നിറഞ്ഞവരാണ്. അസൂയ, കൊലപാതകം, ഏഷണി, കലകം, വഞ്ചന, ദ്രോഹം എന്നിവയിൽ അവർ മുഴുകുന്നു. അവർ പരദൂഷകരും ദേവനിന്ദകരും ധിക്കാരികളും ഗർഭിഷ്ഠരും പൊങ്ങച്ചക്കാരും തിന്മകൾ ആസൂത്രണം ചെയ്യുന്നവരും മാതാപിതാക്കളെ അനുസരിക്കാത്തവരും ബുദ്ധിഹീനരും അവിശ്വസ്തരും ഹൃദയശൂന്യരും കരുണയില്ലാത്തവരുമായി തീർന്നു. ഇത്തരം കൃത്യങ്ങൾ ചെയ്യുന്നവർ മരണാർഹമായ ഒരു കൽപ്പന അറിഞ്ഞിരുന്നിട്ടും അവർ ചെയ്യുന്നു. മാത്രമല്ല അങ്ങനെ ചെയ്യുന്നവരെ അംഗീകരിക്കുകയും ചെയ്യുന്നു. പ്രിയ സഹോദരങ്ങളെ, ഒന്നിനു പുറകെ ഒന്നായി കടന്നു വരികയാണ്. നമ്മൾ സൂക്ഷിക്കേണ്ട മേഖലകളെ സൂക്ഷിക്കണം. നമുക്ക് ഈ ലോക ജീവിതം ആനന്ദകരമായി തീരുവാൻ, സന്തോഷത്തോടെ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വെച്ചിരിക്കുന്നത്. മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ മാങ്ങയാണെങ്കിലും മാങ്ങാപ്പഴം പോലെ ഇരുന്നാലും അതെടുത്ത് തിന്നാൻ നമ്മൾക്ക് കുട്ടികളെ സമ്മതിക്കുമോ? നമ്മളെടുത്ത് കഴിക്കുമോ? ഇരിക്കുന്നത് അതുപോലെ ആണെങ്കിൽ നമ്മളെടുത്ത് കഴിക്കാൻ പാടില്ല. എന്നാൽ മറ്റു മാങ്ങ പോലെയാണോ അതിരിക്കുന്നത്? നമുക്കത് ചെയ്യാൻ പാടില്ല. പ്രിയ സഹോദരങ്ങളെ, ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പാടില്ല. അത് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ദുരന്തത്തിന് കാരണമാകും. ഓരോ പാപവും നമ്മളെ സാത്താൻ കുറ്റിയിൽ കെട്ടിയിടുകയാണ്. ഓരോ പാപവും ഒരു മീന് കൊളുത്തിൽ കുടുങ്ങിക്കിടക്കുന്നത് പോലെയാണ്. ആ കൊളുത്തിൽ നമ്മൾ ആ ചൂണ്ടയിൽ കിടന്ന് കറങ്ങുക മാത്രം, അല്ലെങ്കിൽ ഒരു കുറ്റിയിൽ കിടന്ന് കറങ്ങുക മാത്രം ജീവിതത്തിൻ്റെ ഐശ്വര്യം മുഴുവൻ കെടുത്തിക്കളയുന്ന, ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റി നരകത്തിന് അർഹരാക്കി തീർക്കുന്ന പാപത്തിൻ്റെ എല്ലാ തലങ്ങളിൽ നിന്നും മാറി നിൽക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ തലങ്ങളെയും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ കുടുംബജീവിതം, യുവത്വം നിറഞ്ഞ സിംഗിൾ ജീവിതം, സമർപ്പണ ജീവിതം, സമൂഹ ജീവിതം, അതിൻ്റെ തലങ്ങളെയെല്ലാം നമ്മൾ പരിശോധിക്കണം.
അർഹതപ്പെടാത്തത് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, അവകാശപ്പെടാത്തത് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാപ്പ് ചോദിക്കണം. ദൈവത്തിന് മുൻപിലും സഹോദരങ്ങൾക്ക് മുൻപിലും നമ്മൾ ചെയ്യേണ്ട കടമകൾ ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മാപ്പ് ചോദിക്കണം. നമുക്ക് ദൈവകാരുണ്യ തിരുസന്നിധിയിലേക്ക് അണയാം. ഈശോ ഒരിക്കൽ കൂടി കടന്നു വരികയാണ്. നിത്യപ്രകാശത്തിൻ്റെ മുൻപിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഏത് തലങ്ങളിലൂടെയാണ് ഇനിയും നമുക്ക് സ്പർശനം ആവശ്യമായിട്ടുള്ളത് എന്ന്. ഈശോ എല്ലാ പൊടിപടലങ്ങളും ഒന്ന് കാണിച്ചു തന്ന് നിന്റെ തിരുമുൻപിൽ എളിമയോടെ വ്യാപരിക്കുവാൻ, അനുതാപ കണ്ണുനീർ പൊഴിക്കുവാൻ, ഒരു തുള്ളി കണ്ണുനീരെങ്കിലും നിന്റെ മുൻപിലേക്ക് ചെയ്തു പോയ പാവങ്ങളെ ഓർത്ത് പൊഴിക്കുവാൻ അങ്ങ് എനിക്ക് കൃപ തരണമേ. എൻ്റെ ജീവിതത്തിൻ്റെ ഐശ്വര്യം കെടുത്തിക്കളഞ്ഞ സാഹചര്യങ്ങളെ ഒന്നെനിക്ക് മനസ്സിലാക്കി തരണമേ. അർഹതപ്പെടാത്ത ഞാൻ തിന്മ മൂലം നേടിയെടുത്ത എൻ്റെ വിദ്യാഭ്യാസവും എൻ്റെ ജോലിയും എല്ലാം അതിൻ്റെ എല്ലാം അവകാശി സാത്താനായി മാറുമെന്ന് പഠിക്കുവാൻ നീ എന്നെ ഒന്ന് അനുവദിക്കണമേ. നമ്മൾ കോപ്പിയടിച്ചും കള്ളത്തരം കാണിച്ചും നേടിയെടുക്കുന്ന ജോലികൾ, സമ്പത്ത്, ഭവനങ്ങൾ, വീടുകൾ നിലനിൽക്കുമോ? അവിടെ എല്ലാം ഉണ്ടാവും അസ്വസ്ഥതകൾ. പ്രാർത്ഥിക്കാൻ ഓടിയിട്ട് കാര്യമില്ല. നീ അവിടെയെല്ലാം സാത്താനെ വിളിച്ചു വരുത്തി എൻ്റെ ഭാവി നിനക്ക് സമർപ്പിക്കുന്നു എന്ന് പറയുകയായിരുന്നു. നമ്മൾ രക്ഷപ്പെട്ടില്ല. എവിടെ നമ്മൾ അനീതിപരമായി എന്തെല്ലാം നേടി അതിൻ്റെ എല്ലാം അവകാശം അവൻ ഏറ്റെടുത്തിരിക്കുകയാണ്. അവൻ്റെ പിന്നാലെയുള്ള ജീവിതം നമുക്ക് അവസാനിപ്പിക്കാം. ഈശോയെ തെറ്റുപറ്റിയെന്ന് നമുക്ക് പറയാം. നമുക്ക് മുട്ടുകുത്താം ഈശോയുടെ അടുക്കൽ. ആ തിരുമുഖത്തേക്ക് നമുക്ക് നോക്കാം. അവൻ്റെ കുറ്റിയിൽ നമുക്ക് സ്വതന്ത്രരാവാം. ആ കൊളുത്തിൽ നിന്ന് നമുക്ക് ഓടി രക്ഷപ്പെടാം. ഈശോ ഇതാ നമ്മളെ മാറോടണയ്ക്കുകയോ. ധൂർത്തപുത്രനെ ആശ്രയിച്ചതുപോലെ നമുക്ക് അനുഗ്രഹം പ്രാപിക്കാം. ആമേൻ. സ്വർഗീയ അനുഗ്രഹങ്ങൾ വാരി വിതറിക്കൊണ്ട് ഇതാ ഈശോനാട് നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വരികയാണ്. നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ കരങ്ങൾ കൂപ്പി മുഴുഹൃദയത്തോടെ ഈശോയെ സ്വീകരിക്കുവാനായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. മിശിഹാ കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ. മിശിഹാ കർത്താവേ, മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ 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 കർത്താവേ, നീ പരിശുദ്ധൻ. മിശിഹാ കർത്താവേ. പാപിയെ സ്നേഹിക്കുകയും പാപത്തെ വെറുക്കുകയും ചെയ്ത സ്നേഹസമ്പന്നനായ ഈശോ ഇതാ നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വരികയാണ്. ആ സ്നേഹം മുഴുവൻ ദിവ്യകാരുണ്യത്തിൽ അനുഭവിച്ചുകൊണ്ട് നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ കണക്കുകളെല്ലാം തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് നമുക്ക് അവിടുത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. മിശിഹാ കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ
നരനായി വന്നു പിറന്നവനേ മിശിഹ കർത്താവേ മാലാഖമാരൊത്തു ഞങ്ങൾ പാടി പുകഴ്ത്തുന്നു നിന്നെ മാലാഖമാരൊത്തു ഞങ്ങൾ പാടി പുകഴ്ത്തുന്നു നിന്നെ പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ 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 കർത്താവേ നീ പരിശുദ്ധൻ മിശിഹ കർത്താവേ. കരങ്ങൾ കൂപ്പി ആ തിരുമുഖത്തേക്കൊന്ന് നോക്കിക്കേ. തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം വേദനിച്ചു. മനുഷ്യനെ ലോകത്തിൽ സൃഷ്ടിച്ചതിൻ്റെ പേരിൽ അവിടുന്ന് ഏറെ ദുഃഖിച്ചു. എങ്കിലും അവിടുത്തെ അനന്തമായ സ്നേഹത്താൽ അവിടുന്ന് തൻ്റെ തിരുസുതനെ ലോകത്തിലേക്ക് അയച്ചു. ആ ദിവ്യകാരുണ്യ ഈശോയെയാണ് നമ്മളിവിടെ കാണുക. മനുഷ്യകുലത്തിൻ്റെ പാപം മുഴുവൻ ഏറ്റെടുത്തതാണ് ഈ ദിവ്യകാരുണ്യത്തിൽ നമ്മൾ കാണുക. കഫർനാമിലെ സിനഗോഗിൽ വെച്ച് ഇതെൻ്റെ ശരീരമാകുന്നു രക്തമാകുന്നു എന്ന് അവിടുന്ന് അരുളി ചെയ്തത് പിറ്റേ ദിവസം കാൽവരിയിൽ നിറവേറപ്പെടുകയായിരുന്നു. മനുഷ്യകുലത്തിൻ്റെ പാപം മുഴുവൻ സ്വയം ഏറ്റെടുത്ത് അവിടുന്ന് കാൽവരിയിൽ നമുക്കായി മരിച്ചു. അവിടുന്ന് ഉദ്ധിതനായി തിരുവോസ്തിയിൽ വസിക്കുകയാണ്, പാപികളായ നമ്മളെ സ്നേഹിക്കുവാൻ വേണ്ടി. ഏതൊരു പാപിക്കും കടന്നു വരാം. ഏതൊരു പാപി വിളിച്ചാലും, ഏതൊരു പാപി കടന്നു വന്നാലും അവരുടെ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലുവാൻ ഈശോ ഇതാ ഈ തിരുവോസ്തിയിൽ സന്നിഹിതനായിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ നിമിഷങ്ങളിൽ കേട്ടില്ലേ, പാപം എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ ദുരന്തങ്ങൾ വിതയ്ക്കുന്നു എന്ന്. ഒരു തുള്ളി വെള്ളം, ഈ വെള്ളം മഴത്തുള്ളികൾ ഒന്നിച്ച് ജലപ്രളയമുണ്ടാകുന്നത് പോലെ എൻ്റെ ലഘുപാപങ്ങൾ എൻ്റെ ജീവിതത്തിൽ എത്ര ദുരന്തങ്ങൾ ഉണ്ടാക്കുമെന്ന് നമുക്ക് ഈശോയുടെ അടുക്കിലേക്ക് കടന്നു വരാം. ഇന്ന് സ്വർഗം സന്തോഷിക്കുന്ന ദിവസമാണ്. അനുതപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് നീതിമാന്മാരെ എന്നതിനേക്കാൾ അവിടുന്ന് സന്തോഷിക്കുന്നു. എത്ര നീതിമാന്മാരുണ്ടെങ്കിലും ഒരൊറ്റ പാപിയെ ഓർത്ത്, പാപിയുടെ മാനസാന്തരം ഓർത്ത് സ്വർഗം സന്തോഷിക്കുകയാണ്. ഇന്ന് ജീവിതത്തിൻ്റെ കണക്കുകളുമായി നമ്മൾ തിരുസന്നിധിയിൽ ഇരുന്നു. നമുക്കൊരിക്കൽ കൂടി ഉറക്കിയെന്ന് ഏറ്റുപറയാൻ, ഞാനൊരു പാപിയാണ് ഈശോയെ, ഞാനൊരു പാപിയാണ്. പാപബോധം കണ്ടെന്നെ നിറയ്ക്കണമേ. ഒരു തുള്ളി കണ്ണുനീര് നിന്റെ തിരുമുൻപിൽ വീഴ്ത്തുവാൻ, അനുതാപ കണ്ണുനീരൊന്ന് പൊഴിച്ച് എൻ്റെ ജീവിതം ഒന്ന് അനുഗ്രഹിക്കുവാൻ നീ എന്നെ ഒന്ന് ഒരുക്കണമേ. നമുക്കൊന്നിച്ച് വിളിച്ചപേക്ഷിച്ച് പാടാം. ദൈവമേ ഞാനൊരു പാപി, ഒന്നേറ്റു പറഞ്ഞേ. നിന്നെ അറിയാത്ത പാപങ്ങളോർത്തോർത്തു കരയാനറിയാത്ത പാപിയാണു ഞാൻ. ഹൃദയം നുറുങ്ങി നമുക്കൊന്ന് പാടാം. ഹൃദയം തകരട്ടെ. ദൈവമേ ഞാനൊരു പാപി, നിന്നെ അറിയാത്ത പാപങ്ങളോർത്തോർത്തു കരയാനറിയാത്ത പാപിയാണു ഞാൻ. ദൈവമേ പാപിയാണു ഞാൻ. കരങ്ങൾ ഹൃദയത്തോടൊന്ന് ചേർത്ത് വെച്ച്
വിങ്ങുന്ന ഹൃദയം തിരുമുൻപിലേക്കൊന്ന് ഉയർത്തിക്കേ. അറ്റുപോയ ബന്ധങ്ങളെല്ലാം ഒന്ന് കൂട്ടിയോജിക്കട്ടെ. മുഴുഹൃദയത്തോടെ, മുഴു മനസ്സോടെ, മുഴു ആത്മാവോടെ അവിടുത്തെ ആരാധിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. പാപം ശിഥിലമാക്കി കളഞ്ഞ ബന്ധങ്ങളെല്ലാം പുനരുദ്ധരിക്കപ്പെടട്ടെ. കർത്താവേ, ഞാൻ തിരുമുൻപിലേക്ക് എൻ്റെ ജീവിതം ഉയർത്തുകയാണ്. പത്രോസ് തൻ്റെ പാപത്തെ ഓർത്ത് കോഴി കൂകുമ്പോഴെല്ലാം കരഞ്ഞിരുന്നു എന്ന് പാരമ്പര്യങ്ങളിൽ നമ്മൾ കാണുന്നില്ലേ? എൻ്റെ ഈശോയെ, നീ എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് മുൻപിൽ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ ചെയ്ത പാപങ്ങളെ ഓർത്ത് ഞാൻ കണ്ണുനീർ പൊഴിക്കുന്നു, മാപ്പ് ചോദിക്കുന്നു. അനുതാപം നിറഞ്ഞ ഹൃദയത്തോടെ പാപ സങ്കീർത്തനത്തിനായി ഞാൻ അണയുന്നു. കർത്താവേ, എനിക്ക് വേണ്ടി കുമ്പസാരവേദിയിൽ കാത്തിരിക്കുന്ന നിന്റെ പാദാന്തികത്തിൽ ഞാനിതാ മുട്ടുകുത്തുകയാണ്. ശിമിയോന്റെ വീട്ടിൽ പാപിനിയായ സ്ത്രീക്ക് വേണ്ടി അങ്ങ് കാത്തിരുന്നത് പോലെ കുമ്പസാരവേദിയിൽ നീ എന്നെ കാത്തിരിക്കുകയാണല്ലോ. ജീവിതം മുഴുവൻ ഇതാ ഞാൻ തുറന്നു വയ്ക്കുന്നു. അങ്ങനെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. എല്ലാ പൊടിപടലങ്ങളും സമർപ്പിച്ചതിൻ്റെ ആനന്ദം ഞാൻ ഇന്നൊന്ന് അനുഭവിക്കട്ടെ. ആത്മീയ സൗഖ്യം കൊണ്ട് ഞാൻ നിറയട്ടെ. ഈശോയെ, നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന പാവനമായ കുമ്പസാരവേദിയിൽ കാത്തിരിക്കുന്ന അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവത്തെ നമുക്കൊന്ന് ആരാധിക്കാം. സൗഖ്യം അനുഭവിച്ചുകൊണ്ട് ആരാധിക്കാം. ആ പിതൃസ്നേഹം അനുഭവിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ മഹത്വപ്പെടുത്താം. ആരാധന 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 അബ്രഹാമിൻ നാഥനാരാധന യാക്കോബിൻ ദൈവമേ ആരാധന ഇസഹാക്കിൻ ഇടയനേ ആരാധന ഇസ്രായേലിൻ രാജനേ ആരാധന 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി നമുക്ക് പാടാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് ഭാവനമായ കുമ്പസാരമെന്ന് കൂദാശ സ്ഥാപിച്ച നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഇന്നോളം നമ്മുടെ ജീവിതത്തില് പാപമോചനം നൽകുവാൻ ദൈവം നിയോഗിച്ച അവിടുത്തെ പാപമോചനത്തിന്റെ അനുഭവത്തിൽ ജീവിക്കുവാൻ നമ്മളെ അനുവദിച്ച എല്ലാ വൈദികരെയും ഓർത്ത് ഈ രാവിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എത്രയോ കുമ്പസാരവേദിയിൽ എനിക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിരുന്ന വൈദികരെ നമുക്ക് നന്ദിയോടെ ഓർത്ത് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. യേശുവേ, അവരിലൂടെ എല്ലാം നീ ആയിരുന്നു എന്നെ ആശീർവദിച്ചത്. അവരിലൂടെ എല്ലാം നീയാണ് എന്നെ സുഖപ്പെടുത്തിയത്. നിന്റെ കരങ്ങളിലായിരുന്നു ഞാൻ വന്ന് വീണത്. കർത്താവേ, എനിക്കായി ഒരുക്കി പാവനമായ
അനുരഞ്ജന കൂദാശയെ ഓർത്ത് നിനക്ക് ഞാൻ നന്ദി പറയുന്നു. അടുക്കൽ നിന്റെ പക്കലേക്ക് കടന്നു വരുവാനും നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കൂടെ കേൾക്കുവാനും അങ്ങനെ അനുവദിക്കണമേ. ഓ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, തിരുമുൻപിലേക്ക് എൻ്റെ ജീവിതത്തിന്റെ കണക്കുകൾ മുഴുവൻ ഓർമ്മ വെച്ച കാലം തുടങ്ങി ഇന്ന് വരെയുള്ള എല്ലാ കണക്കുകളും ഞാൻ സമർപ്പിക്കുന്നു. അങ്ങനെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. എനിക്ക് വേണ്ടി കുമ്പസാര വേദിയിൽ കാത്തിരിക്കുന്ന അങ്ങയുടെ ആശീർവാദം സ്വീകരിക്കുന്നത് പോലെ അങ്ങയുടെ മുൻപിൽ ഞാനിപ്പോൾ അവിടുത്തെ ആശീർവാദം സ്വീകരിക്കട്ടെ. നമുക്ക് ശിരസ് നമിച്ച് അവിടുത്തെ ആരാധിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആരാധന 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 ആരാധന. അബ്രഹാമിൻ നാഥനാരാധന, യാക്കോബിൻ ദൈവമേ ആരാധന.